ലോക മനസ്സാക്ഷിയുടെ ശബ്ദം നിലച്ചു. കരുണയുടെ പര്യായമെന്ന് ലോകം വിശേഷിപ്പിച്ച ആഗോള സഭയുടെ വലിയ ഇടയൻ ഫ്രാൻസിസ് പാപ്പ നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്നു. പോരാട്ടങ്ങളുടെയും കലഹങ്ങളുടെയും യുദ്ധത്തിന്റെയും കോലാഹലങ്ങളെ അംഗീകരിക്കാനാവില്ലെന്നും സമാധാനത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കാൻ കഴിയൂ എന്നും ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ സമാധാനത്തിന്റെ വക്താവ് തന്റെ 88ാമത്തെ വയസ്സിലാണ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. പത്രോസാകുന്ന പാറമേൽ തന്റെ സഭ സ്ഥാപിച്ചവൻ ആ വലിയ മുക്കുവന്റെ 265 പിൻഗാമിയെ തിരികെ വിളിച്ചിരിക്കുന്നു. ഏറെ വ്യത്യസ്തവും ലോകപ്രശംസ നേടിയതുമായ പേപ്പൽ കാലയളവിന് തിരശ്ശീല വീഴ്ത്തി ആ പുണ്യാത്മാവ് യാത്രയാകുമ്പോൾ ആഗോളസഭയുടെ അമരക്കാരനായിരുന്ന 12 വർഷങ്ങളിലെ നേതൃശുശ്രൂഷയ്ക്ക് നല്ല ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ഷെക്കേന ന്യൂസിന്റെ പ്രാർത്ഥനാ പ്രണാമങ്ങൾ. ലോകത്തിന്റെ ആത്മീയവും ഭൗതികവുമായ സമാധാനത്തിനും ഉന്നതിക്കും വേണ്ടി സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് വരെ ക്രിയാത്മകമായി കടന്നുചെന്ന ജീവിതമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേത്. ആരോരുമില്ലാത്തവരും അവഗണിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായവർക്കു വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയ മനുഷ്യസ്നേഹിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിസ് പാപ്പയുടെ അഭയാർത്ഥികളോടുള്ള അനന്യമായ കാരുണ്യത്തിന്റെ അടയാളമായിരുന്നു മാർപ്പാപ്പയായ ഉടൻ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നുമെത്തിയ അഭയാർത്ഥികളുടെ ഇടത്താവളമായ ഇറ്റലിയുടെ ലാംപെഡൂസ ദ്വീപിലേക്ക് അവിടെ തിങ്ങിക്കൂടിയിരുന്ന അഭയാർത്ഥികളുടെ കഷ്ടപ്പാടുകൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി അദ്ദേഹം നടത്തിയ ആ യാത്ര. ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം സ്വാർത്ഥത നിറഞ്ഞ ജീവിതമാണെന്നും മറ്റാരെയും കാണാതെ തന്നിൽ തന്നെ ഒതുങ്ങിയുള്ള ജീവിതം ശരിയല്ല എന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഏത് രാജ്യത്തിന്റെ അധികാരിയാണെന്നോ എത്ര ശക്തനാണെന്നോ ആരാണെന്നോ നോക്കാതെ അദ്ദേഹം അനീതിക്കെതിരെ പ്രതികരിച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് കിറിലിനോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ അൾത്താരബാലനായി മാറരുത് എന്ന് മുന്നറിയിപ്പ് കൊടുക്കാനും ഫ്രാൻസിസ് പാപ്പയ്ക്ക് മടിയുണ്ടായിരുന്നില്ല. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ യുക്രൈനോട് ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ നടപടികളെ യുക്രൈൻ നിശ്ചിതമായി വിമർശിച്ചു. എങ്കിലും അന്ന് പാപ്പ പറഞ്ഞ അതേ വഴിയിലൂടെയാണ് ഇന്ന് ലോകം റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് അവസാനമുണ്ടാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഫ്രാൻസിസ് പാപ്പ എത്രയോ വ്യക്തമായി ലോകരാഷ്ട്രീയത്തെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിന്റെ തെളിവും ലോക സമാധാനത്തിന് എന്ത് ചെയ്യണമെന്നുള്ളതിൽ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നുമുള്ളതിന്റെ ഉദാഹരണം കൂടി ആവുകയാണ്. മിഡിൽ ഈസ്റ്റിലെ അസമാധാനത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിന് അക്ഷീണമായ പ്രയത്നം ഫ്രാൻസിസ് പാപ്പയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. യുദ്ധപ്രദേശങ്ങളിലെ സാധാരണക്കാരന്റെ കണ്ണീർ കടലുകളും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ അനുകമ്പാർദ്രമായ കണ്ണുകളിലൂടെ കടന്നുപോയിരുന്നത്. സ്വാർത്ഥതയും അധികാരമോഹവും നിറഞ്ഞ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ വക്താവാകുവാൻ ക്രിസ്തുവിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ മനുഷ്യന് മനസ്സില്ലായിരുന്നു. സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം എല്ലാ അധികാര കൊതിയന്മാരുടെയും കണ്ണുകളിൽ നോക്കി വിളിച്ചു പറഞ്ഞു. അതുതന്നെയായിരുന്നു ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടും. ഇസ്ലാമിക തീവ്രവാദത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു. കള്ളപ്പണ ഇടപാടുകളിലൂടെ എത്തുന്ന പണം വ്യാപകമായി ലോകമെങ്ങും തീവ്രവാദത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനെ അദ്ദേഹം ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ഒരേ സമയം തീവ്രവാദത്തെ എതിർത്തുകൊണ്ട് എല്ലാ മതങ്ങളെയും ചേർത്തുപിടിച്ച് മതത്തിന്റെ പേരിൽ ലോകത്തരങ്ങേറുന്ന എല്ലാ തിന്മകളെയും ഇല്ലാതാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. മതങ്ങൾ നാശമല്ല, സമാധാനമാണ് കൊണ്ടുവരേണ്ടത് എന്നും മതങ്ങൾ തീവ്രവാദവും അസമാധാനവും പ്രചരിപ്പിക്കാനുള്ള തട്ടകങ്ങളല്ല, അത് സമാധാനത്തിന്റെ നിറകുടങ്ങളാണ് എന്നും ലോകത്തിലെ എല്ലാ മതങ്ങളെയും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മതാന്തര സംവാദങ്ങളുടെയെല്ലാം രത്നച്ചുരുക്കം. അറേബ്യൻ ഐക്യനാടുകളിൽ കാലുകുത്തിയ ആദ്യ പാപ്പ എന്ന ഖ്യാതിക്കൊപ്പം വിവിധ രാജ്യങ്ങളിലേക്കുള്ള പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയവയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ലോകത്ത് അങ്ങോളമിങ്ങോളമുള്ള സാധാരണക്കാരായ മനുഷ്യരെ ദുരന്തങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുവാൻ പാപ്പയ്ക്ക് കഴിയുമായിരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന് ക്രിയാത്മകമായ പരിഹാരം കാണുവാൻ ലോക നേതാക്കളോട് അദ്ദേഹം നിരന്തരമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. ഐസിസ് തീവ്രവാദികൾ കൊന്നൊടുക്കിയ സാധാരണക്കാരായ ക്രൈസ്തവർക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചു. അവർ സഭയുടെ ധീരരായ രക്തസാക്ഷികളാണെന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. അവരെ മാതൃകയാക്കാൻ
ലോകമെങ്ങുമുള്ള ക്രൈസ്തവരോട് ആഹ്വാനം ചെയ്തു. സഭ പുതിയ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ ആത്മീയ പ്രശ്നങ്ങൾക്കുമുള്ള പാപ്പയുടെ ഉത്തരമായിരുന്നു ജോയ് ഓഫ് ദ ഗോസ്പൽ എന്ന ചാക്രിക ലേഖനം. വത്തിക്കാന്റെ അടിത്തറയിൽ നിന്നും കിട്ടിയ അപ്പസ്തോലനായ വിശുദ്ധ പത്രോസിന്റെ അസ്ഥികളുടെ 9 ശകലങ്ങളടങ്ങിയ തിരുശേഷിപ്പ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസിന് നൽകിക്കൊണ്ട് അധികാരദണ്ഡുകളല്ല, ദാസമനോഭാവമാണ് ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്ന് എല്ലാ ക്രൈസ്തവ സഭകളോടും ഫ്രാൻസിസ് പാപ്പ ഉദ്ബോധിപ്പിച്ചു. തിന്മ പ്രളയം പോലെ ലോകത്ത് പടർന്നു പിടിക്കുമ്പോൾ കരുണയുടെയും ക്ഷമയുടെയും വാതിലുകൾ വത്തിക്കാനിൽ അദ്ദേഹം എല്ലാവർക്കും മുന്നിൽ മലർക്കെ തുറന്നിട്ടു. പാപിയെ സ്നേഹിക്കുക, പാപത്തെ വെറുക്കുക എന്ന് അദ്ദേഹം കൂടെ കൂടെ ഓർമ്മിപ്പിച്ചു. ഇനി മുതൽ കൊട്ടാരമല്ല, വിശുദ്ധ ഫ്രാൻസിസ് വിഭാവനം ചെയ്ത ആർക്കും കടന്നുവരാവുന്ന കുടിലാണ് വത്തിക്കാൻ സിറ്റി എന്നും അദ്ദേഹം ആവർത്തിച്ചു. ക്രിസ്തുവിന്റെ അനന്തമായ കാരുണ്യത്തിന്റെ വിരൽ സ്പർശം അദ്ദേഹം എല്ലാവരിലേക്കും ഒഴുക്കി. ഒരു കൊടുങ്കാറ്റ് പോലെ ആ മഹാനുഭാവൻ താൻ കടന്നുപോയ ഇടങ്ങളെയെല്ലാം ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് നിറച്ചു. ഫ്രാൻസിസ് പാപ്പ അങ്ങനെയായിരുന്നു. സമാനതകളില്ലാത്ത ജീവിതം കൊണ്ട് ലോകത്തിൽ സമാനതകളില്ലാത്ത മനുഷ്യനായി മാറിയ വ്യക്തിത്വം. വിമർശനങ്ങളെ ക്രിസ്തുവിന്റെ സൗമ്യത കൊണ്ട് നേരിട്ട ഇടയൻ. കലങ്ങിമറിഞ്ഞ ലോകത്തിലൂടെ സഭയെ ശക്തമായി മുന്നോട്ട് നയിച്ച, ചരിത്രത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആ മഹത് ജീവിതം ഇഹലോക ജീവിതം പൂർത്തിയാക്കി നിത്യായുസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകത്തിലെ 130 കോടിയോളം വരുന്ന കത്തോലിക്കരുടെ പ്രാർത്ഥന അകമ്പടിയോടെ പ്രിയ പാപ്പയ്ക്ക് നിത്യസമാധാനത്തിലേക്ക് വിട.